ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ അമൃതോദ്യാനൊക്കെ സന്ദർശിച്ചതിന് ശേഷം രാഷ്ട്രപതി ഭവൻ്റെ തന്നെ മറ്റൊരു ആകർഷണീയതയായ രാഷ്ട്രപതി ഭവൻ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 50 റുപ്പീസാണ് കേട്ടോ ടിക്കറ്റ് ഉള്ളത്. കൊച്ചു കുട്ടികൾക്കൊന്നും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 3 ഫ്ലോറിലായിട്ടാണുള്ളത്. നമ്മൾ ചെന്ന് കയറുന്നത് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് 2 എണ്ണം ഉള്ളത് അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, അകത്ത് കടന്നു. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് പഴയകാല രാഷ്ട്രപതിമാർ സഞ്ചരിച്ചിരുന്ന കുതിരവണ്ടിയാണ് കേട്ടോ ഇത്. അതിൻ്റെ തന്നെ മാതൃകയിൽ നമുക്ക് വിർച്വൽ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാനുള്ള സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക് പോകുമ്പോൾ കുതിരകളെ പരിശീലിപ്പിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടിയാണ് കേട്ടോ ഇത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിമാരുടെ ചരിത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് APJ അബ്ദുൽ കലാമിൻ്റെ ഛായാചിത്രമാണ്. ഇതൊരു സ്റ്റീൽ പൈപ്പിൽ കൂടെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല APJ അബ്ദുൽ കലാമിൻ്റെ ഛായാചിത്രം. ആ ഛായാചിത്രം എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ ബിലോങ്സ് കൊണ്ട് ഉണ്ടാക്കിയ വിർച്വൽ റിയാലിറ്റിയാണ് കേട്ടോ 360 ഡിഗ്രി വ്യൂവിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം പ്രണബ് മുഖർജിയുടെ വിർച്വൽ റിയാലിറ്റിയും നമുക്ക് ഇതേപോലെ 360 ഡിഗ്രി വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിമാരായ ഡോക്ടർ രാധാകൃഷ്ണൻ തൊട്ട് കഴിഞ്ഞ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് വരെയുള്ള എല്ലാ രാഷ്ട്രപതിമാരുടെയും പേഴ്സണൽ ബിലോങ്സ് വെച്ചിട്ടുണ്ടാക്കിയ അവരവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ഡ്രസ്സ്, ചീപ്പ്, ക്യാമറ, പ്ലേറ്റ്, കണ്ണട എന്നുവേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും അവർക്ക് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നുമൊക്കെ അവർക്ക് ലഭിച്ച സമ്മാനങ്ങൾ എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ഒന്ന് വന്നാലോ. ഈ മ്യൂസിയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് മ്യൂസിയമാണ് കേട്ടോ. അതിൻ്റേതായ പ്രത്യേകതകളും ഈ മ്യൂസിയത്തിനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിർച്വൽ റിയാലിറ്റി മൾട്ടി സ്ക്രീൻ പ്രൊജക്ഷനുമാണ് കേട്ടോ. അതായത് ചുവരുകൾ കഥ പറയും എന്ന് കേട്ടിട്ടില്ല നമ്മൾ. അത് തന്നെയാണ് ഇവിടെ. നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഇങ്ങനെ വരും. ഓരോരോ പിക്ചർ കാണുമ്പോഴും ഓരോരോ മോണുമെൻറ്റ്സ് കാണുമ്പോഴും ഒക്കെ അങ്ങനെ ചുവരുകൾ കഥ പറയുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് മ്യൂസിയമാണ് കേട്ടോ ഇത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളിത് കണ്ടിരിക്കണം. ഇത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന R വെങ്കിട്ടരാമൻ്റെ പേഴ്സണൽ ബിലോങ്സ് ആണ്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാമ്പ് കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ സ്വന്തം ഫോട്ടോ ഉപയോഗിച്ച് സ്റ്റാമ്പ് സ്വന്തമാക്കാം. അതിനുവേണ്ടി അവിടെ പ്രത്യേക കൗണ്ടർ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ബോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ സ്പൈസസിൽ പെടുന്ന ക്ലോ വെച്ചിട്ടുണ്ടാക്കിയൊരു ബോട്ടാണ്. ഇത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഇവിടെ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ രാഷ്ട്രപതിമാരുടെ ചിത്രങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. അതിന് തൊട്ട് താഴെയുള്ള ഇലക്ട്രോണിക് ഡിസ്പ്ലേ മൂവ് ചെയ്യുമ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഈ കാണുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഭാരതരത്ന അവാർഡ്. അതാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അതുകൂടാതെ പത്മ അവാർഡുകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കാണുന്നത് നമുക്ക് വെറും ഒരു പാറക്കല്ലായിട്ട് തോന്നുമെങ്കിലും ഇത് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നൊരു സ്റ്റോണാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് US അംബാസിഡർ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ VV ഗിരിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പത്രങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ 3 ഫ്ലോറും കാണാൻ കഴിയുക. രാഷ്ട്രപതി ഭവൻ്റെ കിച്ചൻ്റെ മോഡലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സാധനങ്ങൾ, അവിടുത്തെ പ്ലേറ്റ്, ഗ്ലാസ്, അവരുപയോഗിച്ചിരിക്കുന്ന കപ്പ് എന്ന് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയിമാരാണ്. അവരുടെ കാലഘട്ടത്തിനനുസരിച്ച് അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ നേരിൽ കാണുകയാണ്. അപ്പം നമുക്കതൊരു റിവൈൻഡ് ആണ് കേട്ടോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കാണുക എന്ന് പറയുന്നത്. അപ്പം ദണ്ഡി യാത്ര, ജാലിയൻ വാലാബാ കൂട്ടക്കൊല, പിന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലാഗ് ഓഫ്, വട്ടമേശ സമ്മേളനം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടും പഠിച്ചും ഒക്കെ അന്നൊന്നും നമുക്കിത് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. ഇതിൻ്റെ അവസാനം 2012 വരെയുള്ള രാഷ്ട്രപതിമാർ സഞ്ചരിച്ചിരുന്ന മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. കുറച്ചെങ്കിലും ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതുവരേക്കും ബൈ.